നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുന്ന പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് ഞാനൊരു ഐഫോൺ വിരോധിയാണ് എന്നാണ്. വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഐഫോണിനെ കുറിച്ച് ഉണ്ടാക്കിയിട്ട് പോപ്പുലറായ വീഡിയോകളെല്ലാം തന്നെ ഞാൻ ഐഫോണിനെ കുറിച്ചുള്ള കുറ്റങ്ങൾ പറഞ്ഞ വീഡിയോകളായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഐഫോൺ യൂസേഴ്സിന് മാത്രം ചെയ്യാനായിട്ട് പറ്റുന്ന 15 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ആൻഡ്രോയിഡ് യൂസേഴ്സിന് കുറച്ച് വിഷമം വരുമായിരിക്കാം. എന്തായാലും ഐഫോൺ യൂസേഴ്സ് ചായയും കടിയൊക്കെ എടുത്തിട്ട് വരാം. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ഫീച്ചർ ബാക്ക് ടാപ്പ് ആണ്. നിങ്ങൾ വയർലെസ് ചാർജിങ് ഉൾപ്പെടുന്ന ഐഫോൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ നിങ്ങൾക്ക് ബാക്ക് ടാപ്പ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ ഐഫോണിൻ്റെ ബാക്കിൽ നിങ്ങളുടെ വിരൽ വെച്ച് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 2 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആക്ഷൻ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. 3 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ആക്ഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് 2 പ്രാവശ്യം ഞാൻ ടാപ്പ് ചെയ്യണം എന്ന് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നീട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ ജസ്റ്റ് ബാക്കിൽ 2 പ്രാവശ്യം ടാപ്പ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഫീച്ചറാണ്. രണ്ടാമത്തേത് സ്ക്രീൻഷോട്ട് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ സാധാരണ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ സൈഡിൽ ചെറിയ പ്രിവ്യൂ ആയിട്ട് ആ ഒരു സ്ക്രീൻഷോട്ട് വരും, അതിനുശേഷം അത് മറഞ്ഞു പോവുകയാണ്. എന്നാൽ ഐഫോണിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്ക്രീൻഷോട്ടിനെ നിങ്ങൾ തൊട്ട് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേ വിരൽ ഉപയോഗിച്ച് വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യാം. ഉദാഹരണത്തിന് മെസ്സേജിങ് ആപ്ലിക്കേഷനാണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു മെസ്സേജിങ് ആപ്ലിക്കേഷനിൽ പോയിട്ട് നിങ്ങൾ ഒരാളെ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ മറ്റേ കയ്യിലിരിക്കുന്ന ആ ഒരു സ്ക്രീൻഷോട്ടിനെ ഡ്രാഗ് ചെയ്ത് മെസ്സേജിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് ആ ഒരു സ്ക്രീൻഷോട്ട് അയക്കാനായിട്ട് പറ്റും. ഈ പറഞ്ഞ ഫീച്ചർ iOS 15 ഉപയോഗിക്കുന്നവർക്ക് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. പക്ഷേ കുറേ ആൾക്കാർ ഇപ്പോഴും iOS 15ലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. കാരണം അതിൻ്റെ ഫയൽ സൈസ് വലുതാണ്. അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമോ എന്ന് പേടിച്ചിരിക്കുന്നവരുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ആൾക്കാർക്ക് വളരെ എളുപ്പത്തിൽ iOS 15ലേക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ നമുക്ക് പരിചയപ്പെടാം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് വണ്ടർ ഷെയർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഡോക്ടർ ഫോൺ എന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമ്മളുടെ iOSൽ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും, ഉദാഹരണത്തിന് ബ്ലാക്ക് സ്ക്രീൻ ഇഷ്യൂ ആയിക്കോട്ടെ, ബൂട്ട് ലൂപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് മറന്നുപോയി, ഫോൺ ലോക്കായി പോയി, എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് റിപ്പയർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു ഡോക്ടർ ഫോൺ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. ഡോക്ടർ ഫോൺ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ വളരെയധികം ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഡേറ്റ റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ഡേറ്റ റിക്കവറിയിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫോൺ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ലോസ് ആയിപ്പോയ എല്ലാ ഡേറ്റ, ഇപ്പോൾ മെസ്സേജ് ആയിക്കോട്ടെ, കോൺടാക്ട്, നോട്ട്സ്, അറ്റാച്ച്മെൻറ്റ്, എന്തിന് നമ്മുടെ വാട്സാപ്പിൽ വന്ന അറ്റാച്ച്മെൻറ്റുകൾ പോലും നമുക്ക് വളരെ എളുപ്പത്തിൽ റിക്കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോണിലുള്ള ഡേറ്റ കമ്പ്യൂട്ടറായിട്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ, നമ്മൾക്കറിയാലോ iOS ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമുക്ക് iTunes ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാറ്. എന്നാൽ അതിലും വളരെ എളുപ്പത്തിൽ വളരെ നല്ല രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടും നമുക്ക് ഈ ഒരു ഡോക്ടർ ഫോണിലൂടെ സാധിക്കും. ഇനി നിങ്ങൾക്ക് വാട്സാപ്പ് ചാറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ, ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് അറിയാം നമ്മൾ ആൻഡ്രോയിഡിൽ നിന്നാണ് ഐഫോണിലേക്ക് വരുന്നതെങ്കിൽ വാട്സാപ്പ് ചാറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, ഇമ്പോസിബിൾ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പക്ഷേ ഈ ഒരു ഡോക്ടർ ഫോൺ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് വാട്സാപ്പും ഒരു ഫോണിൽ നിന്നും മറ്റേ ഫോണിലേക്ക് വളരെ എളുപ്പത്തിൽ മെസ്സേജുകൾ ട്രാൻസ്ഫർ ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യാനും റീസ്റ്റോർ ചെയ്യാനായിട്ടും പറ്റും. അതുപോലെ ഈ സോഫ്റ്റ്വെയർ വളരെയധികം യൂസ്ഫുൾ ആവുന്നത് നമ്മുടെ ഫോൺ എങ്ങാനും ലോക്കായി പോയി നമ്മളതിൻ്റെ പാസ്വേഡ് മറന്നുപോയി എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനായിട്ട്, അതിപ്പോൾ ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, ഐഫോൺ ആയിക്കോട്ടെ, ആപ്പിൾ ID റീസെറ്റ് ചെയ്യാനും അൺലോക്ക് ചെയ്യാനൊക്കെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ iOS 15ലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ മെമ്മറി ഇഷ്യൂസ് ഉണ്ടാവും, മെമ്മറി ഫുള്ളായിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റിൻ്റെ ഇടയിൽ പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ, ബ്ലാക്ക് സ്ക്രീനിലോ അല്ലെങ്കിൽ ബൂട്ട് ലൂപ്പിലോ അല്ലെങ്കിൽ ആപ്പിൾ ലോഗോയിലോ ഒക്കെ സ്റ്റക്കായി നിൽക്കുവാണെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ജസ്റ്റ് USB കേബിൾ വഴി ഇതിൽ കുത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് റിപ്പയർ ചെയ്യാനും ഡേറ്റ റീറ്റെയിൻ ചെയ്യാനായിട്ടും പറ്റും. അല്ല നിങ്ങൾക്ക് ഡേറ്റ എറേസ് ചെയ്തിട്ട് ഫുള്ള് റീസെറ്റ് ചെയ്യണമെങ്കിൽ അതിന് നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിലൂടെ സാധിക്കും. അതുപോലെ ഇപ്പോൾ പുതിയ ഫോണാണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ ഒരു ഫോണിൽ നിന്ന് മറ്റേ ഫോണിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ 2 ഫോണും ജസ്റ്റ് USB പോർട്ടിൽ കുത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു ഫോണിൽ നിന്നും മറ്റേ ഫോണിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇപ്പോൾ നിങ്ങൾ ഡോക്ടർ ഫോൺ സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ iOS 15ലേക്ക് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അപ്ഗ്രേഡ് ചെയ്യാനായിട്ടും പറ്റും. അതുപോലെ തന്നെ സെപ്റ്റംബർ 30 വരെ 30% ഓഫറും ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ iOS 15ലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് മേജറായിട്ടും വരുന്ന പ്രോബ്ലംസ്. അതായത് സെർവർ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വെരിഫൈയിങ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് നിൽക്കുന്നതായിരിക്കും. ഇനി ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് എറർ വരാം, അപ്ഡേറ്റ് ഫെയിൽ ആവാം, അല്ലെങ്കിൽ ഡൗൺലോഡ് സ്റ്റക്കായി പോവാം. അപ്പോൾ ഇത്തരത്തിലുള്ള എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് ഈ ഒരു വണ്ടർ ഷെയറിൻ്റെ ഡോക്ടർ ഫോൺ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് USB കേബിൾ വഴി കുത്തിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ലാതെ നിങ്ങൾക്ക് iOS 15ലേക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ടും പറ്റും. ഇപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ
30% ഓഫറും കിട്ടും. അപ്പോൾ വണ്ടർ ഷെയറിൻ്റെ ഡോക്ടർ ഫോൺ സോഫ്റ്റ്വെയറിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഒരു വണ്ടർ ഷെയറിൻ്റെ ഡോക്ടർ ഫോൺ. മൂന്നാമത്തേത് പ്രൊട്ടക്റ്റ് മെയിൽ ആക്ടിവിറ്റിയാണ്. അതായത് ഇപ്പോൾ നമ്മൾക്കൊരു കമ്പനി മെയിൽ അയക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഹിഡൻ പിക്സൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ചെയ്തു എന്നും എത്ര പ്രാവശ്യം ഓപ്പൺ ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ആ ഒരു കമ്പനിക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ iOS 15 നിങ്ങൾക്ക് ഈ ഒരു ഇമെയിൽ പ്രൈവസി ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മളുടെ IP മാറ്റി ഒരു സ്പൂഫ് ടൈപ്പ് വെച്ചിട്ട് ഈ ഒരു മെസ്സേജുകളെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ റിമോട്ടായിട്ട് ലോഡ് ചെയ്ത് വെക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ ട്രാക്ക് ചെയ്യാനായിട്ട് ഈ മെയിൽ അയക്കുന്ന ആൾക്കാർക്ക് പറ്റില്ല. നാലാമത്തെ ഫീച്ചർ മൾട്ടിപ്പിൾ ബ്ലൂടൂത്ത് ഡിവൈസുകളിൽ ഒരേ സമയം കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മൾട്ടിപ്പിൾ ബ്ലൂടൂത്ത് ഡിവൈസ് എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ട്, അതേസമയം ഒരു നെക്ക് ബാൻഡ് ഉണ്ട്, ഒരു 2 വയർലെസ് ഇയർഫോൺ ഉണ്ടെങ്കിൽ ഇതിലെല്ലാം നിങ്ങൾ ബ്ലൂടൂത്ത് ഓണാക്കി വെച്ചിട്ട് ഒരേ സമയം നിങ്ങളുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി പാട്ട് വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഏതിലൂടെയാണ് ഓഡിയോ വരേണ്ടതെന്ന്. ഇപ്പോൾ 3 or 4 സ്പീക്കറൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒറ്റ ടാപ്പിൽ നിങ്ങൾക്ക് ഏത് സ്പീക്കറിലൂടെയാണ് ഇപ്പോൾ കേൾക്കേണ്ടതെന്ന് വീണ്ടും ഒരു ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്പീക്കറിലേക്ക് മ്യൂസിക് വളരെ സീംലെസ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടും പറ്റും. അഞ്ചാമത്തേത് ബാറ്ററി ഹെൽത്ത് ആണ്. നിങ്ങളുടെ ഐഫോണിൻ്റെ ഉള്ളിലുള്ള ബാറ്ററിയുടെ ഹെൽത്ത് ശതമാനം എത്രത്തോളമാണ് എന്ന് കൃത്യമായിട്ട് കാണിച്ചു തരുന്നൊരു ഫീച്ചർ iOS-ലുണ്ട്. ആൻഡ്രോയിഡിൽ ബാറ്ററി ഹെൽത്ത് എന്ന് പറഞ്ഞ കാര്യമുണ്ട്, പക്ഷേ ഗുഡ് ബാഡ് എന്നിങ്ങനെയൊക്കെ എഴുതി കാണിക്കുള്ളൂ, കൃത്യമായിട്ടുള്ള പെർസെൻറ്റേജ് കാണിക്കില്ല. ഇനി ഇവിടെ വരുന്ന വേറൊരു ഗുണം, നിങ്ങളുടെ ബാറ്ററി പെർസെൻറ്റേജ് എത്രയാണ് എന്നുള്ളതിനനുസരിച്ച് നിങ്ങളുടെ iOS-ലുള്ള ഐഫോണിലുള്ള CPU ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രീക്വൻസി റേഞ്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എപ്പോഴാണ് നമ്മുടെ ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ടതെന്നും ഇപ്പോൾ നമ്മുടെ ഫോണിൽ എത്ര ബാറ്ററി ഹെൽത്ത് പെർസെൻറ്റേജ് ആണ് റിമൈനിങ് ആയിട്ടുള്ളത് എന്നുള്ളതും കാണിച്ചു. ആറാമത്തെ ഫീച്ചർ iPhone 10 അതിനുശേഷം ഉപയോഗിക്കുന്നവർക്ക് മാത്രമുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ഫേസ് ID. യെസ്, അതായത് 3D IR ഡോട്ട് പ്രൊജക്ടർ വെച്ചിട്ട് വളരെ സെക്യൂർ ആയിട്ടുള്ള ഫേസ് ID എന്ന് പറഞ്ഞ് ഈ ഒരു ഒത്തൻറ്റിക്കേഷൻ ബയോമെട്രിക് ഒത്തൻറ്റിക്കേഷൻ സിസ്റ്റം നമ്മൾക്ക് ഐഫോണിൽ മാത്രമാണ് കിട്ടുന്നത്. ഇനി ഏഴാമത്തെ ഫീച്ചർ, എല്ലാ ഫോണുകളിലും നമ്മൾക്ക് ഫ്ലാഷ് കിട്ടുന്നുണ്ട്. ആ ഒരു ഫ്ലാഷിനെ നമ്മൾ ടോർച്ച് ലൈറ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഐഫോണിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റും, അതായത് ഈ ഒരു ഫ്ലാഷിൻ്റെ ബ്രൈറ്റ്നെസ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഐഫോണിൽ കൺട്രോൾ സെൻറ്ററിൽ നിന്ന് ടോർച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കത് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 ബ്രൈറ്റ്നസ് ലെവലിൽ നിങ്ങളുടെ ഐഫോണിലുള്ള ടോർച്ചിൻ്റെ പ്രകാശം കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. എട്ടാമത്തെ ഫീച്ചർ ലിങ്ക് ഷെയർ ചെയ്യുന്ന ഫീച്ചറാണ്. ഇപ്പോൾ നമ്മൾ നോർമലി ബ്രൗസറിൽ ബ്രൗസ് ചെയ്യുവാണ്, എന്നിട്ട് ആ ഒരു ലിങ്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് നിങ്ങൾ കോപ്പി ചെയ്യും, എന്നിട്ട് എവിടെയാണ് പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യും. പക്ഷേ iOS 15 നിങ്ങൾക്ക് സഫാരിയിൽ സെർച്ച് ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് ആ ഒരു അഡ്രസ് ബാർ ക്ലിക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേ ഫിംഗർ ഉപയോഗിച്ച് ഏത് ആപ്ലിക്കേഷനാണോ വേണ്ടത് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്, സ്ക്രീൻഷോട്ട് ചെയ്ത പോലെ തന്നെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടേക്ക് കോപ്പി പേസ്റ്റ് ആവുന്നതായിരിക്കും. ഒമ്പതാമത്തെ ഫീച്ചർ ലൈവ് ടെക്സ്റ്റ് ആണ്. നമ്മുടെ ഐഫോണിലുള്ള നേറ്റീവ് ആയിട്ടുള്ള ക്യാമറ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾ എന്തെങ്കിലും ടെക്സ്റ്റിനെ പോയിന്റ് ചെയ്യുവാണെങ്കിൽ, എഴുത്തുള്ള സ്ഥലങ്ങളിലേക്ക് പോയിന്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ടെക്സ്റ്റ് കോപ്പി ചെയ്യാനായിട്ട് പറ്റും. ശരിയാണ്, ഗൂഗിൾ ലെൻസ് എന്നുള്ള രീതിയിൽ ഗൂഗിളിലും ഈ ഒരു കാര്യമുണ്ട്. പക്ഷേ ഇവിടെയുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി എടുത്ത ഫോട്ടോസ് ആണെങ്കിൽ ഐഫോണിൻ്റെ ഡീഫോൾട്ട് ആയിട്ടുള്ള ഫോട്ടോസ് ആപ്ലിക്കേഷൻ, അതായത് ഐഫോണിൻ്റെ ഗാലറിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഏത് ഫോട്ടോ തൊട്ട് കഴിഞ്ഞാലും അതിൽ ടെക്സ്റ്റ് കാണുവാണെങ്കിൽ ടെക്സ്റ്റിൽ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നും നിങ്ങൾക്ക് ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യാനായിട്ട് പറ്റും. പത്താമത്തെ ഫീച്ചർ, ഐഫോണുള്ള കീബോർഡിനെ ട്രാക്ക് പാഡ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിലെല്ലാം ഉള്ള ട്രാക്ക് പാഡ് പോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഐഫോണിൽ എന്തെങ്കിലും മെസ്സേജുകൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കർസർ എവിടെയെങ്കിലും പോയിരിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് താഴേക്കൊക്കെ കൊണ്ടുവരണമെങ്കിൽ ജസ്റ്റ് കീബോർഡിനെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ട്രാക്ക് പാഡ് ആവും. അതിനുശേഷം സുഖമായിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് എവിടെയാണോ കൊണ്ടുവയ്ക്കേണ്ടത് അവിടെ കൊണ്ടുവയ്ക്കാനായിട്ട് പറ്റും. ഇനി ഈ ഫീച്ചർ ചില ആപ്ലിക്കേഷനുകൾ വഴി നമ്മുടെ ആൻഡ്രോയിഡ് ഫോണുകളിലും കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഐഫോണിൽ വന്നിരിക്കുന്ന ആ ഒരു ഫ്ലോയും ആ ഒരു സ്മൂത്ത്നെസ്സും വേറെ ഒരു ആൻഡ്രോയിഡ് ഫോണിലും വേറൊരു ആപ്ലിക്കേഷൻ വഴിയും ഇതുവരെയും കിട്ടിയിട്ടില്ല. 11ാമത്തെ ഫീച്ചർ, ആപ്ലിക്കേഷനുകൾക്ക് നമ്മളെ ട്രാക്ക് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ആൻഡ്രോയിഡിലാണെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുകയാണ്, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുകയാണ്, ഏത് ആപ്ലിക്കേഷൻ ആയാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ട്രാക്ക് ചെയ്യും, നമ്മുടെ ഇൻട്രസ്റ്റ് ട്രാക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് കാണിക്കും. എന്നാൽ iOS-ൽ നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രൈവസിയിൽ ട്രാക്കിംഗ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും ഏതൊക്കെ ആപ്ലിക്കേഷൻ എന്നെ ട്രാക്ക് ചെയ്യണമെന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ ട്രാക്ക് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ടോഗിൾ ഓഫ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. 12ാമത്തെ ഫീച്ചർ ഓഫ് ലോഡ് അൺവാണ്ടഡ് ആപ്സ് എന്നാണ്. അതായത് ഇപ്പോൾ നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുവാണ്, എന്നാൽ കുറേ നാൾ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാതെ വെക്കുവാണെങ്കിൽ, ഇപ്പോൾ ആൻഡ്രോയിഡിലാണെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ സ്പേസ് എടുക്കും. അതുകൊണ്ട് തന്നെ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്പേസ് നമുക്ക് ലാഭം കിട്ടും. എന്നാൽ iOS-ൽ ഇപ്പോൾ നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട അതിനകത്ത് ഡേറ്റ ഉണ്ട് എന്നുണ്ടെങ്കിൽ
ആ ഒരു ആപ്ലിക്കേഷനെ ഓഫ് ലോഡ് ചെയ്ത് വയ്ക്കാം. അതായത് ആ ഒരു ആപ്ലിക്കേഷൻ മാത്രം നിങ്ങളുടെ ഫോണിൽ നിന്നും ഇല്ലാതെയാവും, പക്ഷേ ആ ആപ്ലിക്കേഷൻ ഉണ്ടായ ഫയലുകളും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ഫോണിൽ സ്റ്റോർഡ് ആയിരിക്കും. അതുകൊണ്ട് നെക്സ്റ്റ് ടൈം നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ലോഗോയിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമേ വീണ്ടും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആവുകയുള്ളൂ. എന്നാൽ അത് ഡൗൺലോഡായി നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എവിടെയാണോ നമ്മൾ നിർത്തിയത് അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. 13ാമത്തേത് ടെക്സ്റ്റ് റീപ്ലേസ്മെൻ്റ് ആണ്. ഉദാഹരണത്തിന് ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, അച്ഛൻ്റെ ഫോൺ നമ്പർ, അമ്മേൻ്റെ ഫോൺ നമ്പർ, അല്ലെങ്കിൽ വീട്ടിലെ അഡ്രസ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും അഡ്രസ്സൊക്കെ ആണെങ്കിൽ കുറേ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. എന്നാൽ ഐഫോണിൽ നിങ്ങൾക്ക് ഇപ്പോൾ അഡ്രസ്സ് എന്ന് പറഞ്ഞ വാക്കിന് നമ്മുടെ വീട്ടിൻ്റെ അഡ്രസ്സ് മുഴുവനായിട്ട് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ എവിടെയൊക്കെ അഡ്രസ്സ് എന്ന് ടൈപ്പ് ചെയ്യുന്നു ആ സമയത്ത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആ ഒരു അഡ്രസ്സ് ചൂസ് ചെയ്ത് ഒറ്റയടിക്ക് ഫില്ല് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. 14ാമത്തെ ഫീച്ചർ, നിങ്ങളുടെ ഐഫോൺ റിങ് ചെയ്യുന്ന സമയത്ത് ഐഫോണിൽ വരുന്ന വൈബ്രേഷൻ നമ്മളുടെ റിംഗ് ടോൺ അനുസരിച്ച് ബീറ്റ് ചെയ്യുന്നതായിരിക്കും. ഉദാഹരണത്തിന് ഐഫോണിലുള്ള ഡീഫോൾട്ട് ആയിട്ടുള്ള ഈ ഒരു റിംഗ് ടോൺ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇതിപ്പോൾ ഞാൻ വൈബ്രേഷൻ മോഡിലാണ് ഇടുന്നതെങ്കിൽ ഈ ഒരു വൈബ്രേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഐഫോണിൻ്റെ ആ ഒരു ട്യൂൺ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് നമ്മുടെ വൈബ്രേഷനും വരുന്നത്. ഇനി 15ാമത്തെ ഫീച്ചർ ഐഫോണുകാർക്ക് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അത് വേറൊന്നുമല്ല, നമ്മുടെ സിറിയാണ്. ഐഫോണുകാർക്ക് മാത്രമുള്ള ഒരു അസിസ്റ്റൻ്റാണ് സിറി. ഗൂഗിൾ അസിസ്റ്റൻ്റ് നമ്മൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാളൊക്കെ ചെയ്യാനായിട്ട് ഇപ്പോൾ ഐഫോണിലായാലും പറ്റും, പക്ഷേ സിറിനെ ആൻഡ്രോയിഡിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റില്ല. സോ കുറേ അധികം കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഐഫോണിൻ്റെ അകത്ത് ചെയ്ത് തീർക്കണം. ഇപ്പോൾ അലാറം വയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾക്ക് മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കണം, ലൊക്കേഷൻ ഓൺ ആക്കണം, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് സിറി വെച്ച് സാധിക്കും. ഈ 15 ഫീച്ചറുകൾ മാത്രമല്ല, ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഐഫോണിൽ മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ ഓരോന്നും നമ്മൾ എടുത്തെടുത്ത് പറയുവാണെങ്കിൽ വീഡിയോയുടെ ലെങ്ത് വല്ലാണ്ട് അങ്ങ് കൂടി പോകും. എന്തായാലും iOS 15ലേക്ക് അപ്ഡേറ്റ് ചെയ്യാത്തവർക്ക് എത്രയും പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യുക. കുറേ അധികം കിടിലൻ ഫീച്ചേഴ്സ്, ചെറിയ ചേഞ്ചുകളൊക്കെ iOS 15ൽ വരുത്തിയിട്ടുണ്ട്. അപ്ഡേറ്റ് ചെയ്യാൻ പേടിയുള്ള ആൾക്കാരാണെങ്കിൽ ഡോക്ടർ ഫോൺ താഴെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് ചെക്ക് ചെയ്ത് നോക്കുക. അതിലൂടെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് iOS 15ലേക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവായിട്ട് തോന്നിയെങ്കിൽ അതെ, ചാനൽ ചെക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.